ഇത് സുമതി വളവ്. അതെ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ ഒരു മലയാളി യുവതിയുടെ ആത്മാവ് എരിക്കുന്ന സ്ഥലം. ഈ ദൃശ്യം കാണുമ്പോൾ എല്ലാവർക്കും അതുപോലെല്ലാം തോന്നും. പക്ഷേ അതൊന്നുമല്ല കാര്യം. ഇത് ബഹ്റൈനിലുള്ള ഒരു സ്ഥലമാണ്, ഒരു ഫോറസ്റ്റ് ഏരിയ. അത് നേരെ കടൽ തീരത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥലമാണിത്. ബഹ്റൈനിലെ കർസാക്കൻ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഈ ഒരു പ്രദേശം ഉള്ളത്. സുമതി വളവ് എന്നുള്ള പേരിട്ട് എന്തായാലും ഒരു മലയാളി തന്നെയായിരിക്കും. അതാരാ എന്താണെന്ന് അറിയില്ല. ഇന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു സ്ഥലം നമുക്ക് കിട്ടും. ചിലപ്പോൾ പണ്ട് മുതലേ പ്രേത സിനിമകളോട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മലയാളി ഈ ഒരു പ്രദേശത്തിൻ്റെ ഭീകരാന്തരീക്ഷം കണ്ടിട്ട് ഇട്ടതായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേര് എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ പോകുന്ന വഴിക്ക് ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് കാണാത്തത്. പകൽ സമയത്ത് പോകുന്നതാണ്. ഇതിൻ്റെ രണ്ട് സൈഡും ഫുള്ള് ഗ്രീനറി, പച്ചപ്പ് ഉള്ളൊരു സ്ഥലമാണിത്, മരങ്ങളോട് കൂടിയിട്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹ്റൈനിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മാത്രമേ അങ്ങനെയൊരു പ്രത്യേകതയുള്ളൂ. വഴി നേരെ ചെന്നെത്തുന്നതെന്ന് വെച്ചാൽ ഒരു കടൽ തീരത്തേക്ക് എത്തുക. ഒരു പ്രദേശത്ത് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഈ കാട് നിറഞ്ഞ സ്ഥലമായതുകൊണ്ടും അത് ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം കാണുന്നത്. ഈ ഭൂപ്രകൃതിൻ്റെ പ്രത്യേകത കൊണ്ടും ആ പേരിൻ്റെ ആ ഒരു പ്രത്യേകത കൊണ്ടും ഇന്ന് ബഹ്റൈനിൽ വളരെ പ്രശസ്തമായൊരു ടൂറിസ്റ്റ് സ്ഥലം കൂടിയാണ് ഈ സുമതി വളവ് എന്ന് പറയുന്നത്. ബഹ്റൈനിലേക്ക് ആരും പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബഹ്റൈനിലുള്ള ആർക്കെങ്കിലും ഇത് അറിയാത്ത സ്ഥലം ആണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ സുമതി വളവ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.